അങ്ങനെ ഒടുവിൽ ഒരു തീരുമാനത്തിലേക്ക് ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. NDA സർക്കാർ രൂപീകരിക്കാൻ NDAയിൽ ധാരണയായിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തുവരികയാണ്. സർക്കാർ രൂപീകരിക്കാനായി ഇന്ന് അവകാശവാദം ഉന്നയിക്കും. NDA സഖ്യം മുന്നണി ഇന്ന് രാഷ്ട്രപതിയെ കാണും. അമിത്ഷാ, JP നദ്ദ, ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാർ തുടങ്ങിയവർ ഒരുമിച്ചായിരിക്കും രാഷ്ട്രപതിയെ കാണുക. രാഷ്ട്രപതിയെ കണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശം ഉന്നയിക്കും. ഇതിൽ ധാരണയായി എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാവുന്നത്. അങ്ങനെയാണെങ്കിൽ അവരൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഉപാധികൾ, ഡിമാൻഡുകൾ അതൊക്കെയും അംഗീകരിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്നു തന്നെ സർക്കാർ രൂപീകരണത്തിലേക്ക് അതിനായിട്ടുള്ള നീക്കങ്ങളിലേക്ക് കടക്കാൻ NDA നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. അർജുൻ പീതാംബരൻ വിശദാംശങ്ങൾ നൽകാനായിട്ടുണ്ട്. അർജുൻ, ഒരു ധാരണയായിരിക്കുന്നു NDAയിൽ എന്നാണ് മനസ്സിലാകുന്നത്. രാഷ്ട്രപതിയെ കാണാൻ പോകുന്നതിന് മുൻപ് അങ്ങനെ ധാരണയാവുകയാണെങ്കിൽ ഈ ഡിമാൻഡുകളൊക്കെ അംഗീകരിച്ചോ? ഏതു തരത്തിലാണ് ധാരണ ഉണ്ടാകുന്നത്? അക്ഷയ, എന്തായാലും ഇപ്പോൾ NDA സർക്കാർ രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ധാരണയായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇവിടെ ലോക് കല്യാൺ മാർഗിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാർ, പവൻ കല്യാൺ, അതുപോലെ തന്നെ ഏക്നാഥ് ഷിൻഡെ, JP നദ്ദ, അമിത്ഷാ, ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവരുമായിട്ടുണ്ടായ ചർച്ച ആരംഭിച്ചിരുന്നു. ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സർക്കാർ രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ധാരണയായിരിക്കുന്നത്. ഈ അവകാശങ്ങളെ ചൊല്ലി പ്രത്യേകിച്ചും ഏതൊക്കെ മന്ത്രിസ്ഥാനങ്ങൾ ഈ JDUവിന്റെയും അതുപോലെ തന്നെ TDPയുടെയും അവകാശങ്ങളുണ്ട്. പ്രത്യേകിച്ചും 5 ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം, അതുപോലെ തന്നെ 3 വീതം സഹമന്ത്രി സ്ഥാനം, അതിൽ തന്നെ സ്പീക്കർ സ്ഥാനം ഉന്നയിക്കുന്നു, ധനമന്ത്രി സ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവകാശപ്പെട്ടിട്ടുണ്ട്. ഇതിലുണ്ടായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം തന്നെ അറിയിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ ധാരണകളെ സംബന്ധിച്ച വ്യക്തത ഇനിയും വരാനുണ്ട്. അതേസമയം തന്നെയാണ് നിലവിൽ നടക്കുന്ന ചർച്ച, അതായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP അധ്യക്ഷൻ JP നഡ്ഡയുമായിട്ടുള്ള മറ്റ് സഖ്യകക്ഷികളുടെ നേതാക്കളുമായി നടക്കുന്ന പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ച് നടക്കുന്ന ഈ ചർച്ചയിൽ ഒരു ധാരണയായിട്ടുണ്ട് എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. ഇന്ന് തന്നെ രാഷ്ട്രപതിയെ കണ്ട് ഈ കത്ത് നൽകി NDA സർക്കാർ രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക്, അവകാശം ഉന്നയിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് എന്തായാലും ഇപ്പോൾ നേതാക്കൾ കടക്കാൻ പോവുകയാണ്. അതായത് NDA സർക്കാർ രൂപീകരിക്കുന്നതിൽ, ഈ സഖ്യകക്ഷി സർക്കാർ രൂപീകരിക്കുന്നതിൽ ഒരു താമസം ഉണ്ടാകേണ്ട, എത്രയും അടുത്ത ദിവസം തന്നെ സത്യപ്രതിജ്ഞ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ ഇതിനോടകം തന്നെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടക്കുന്ന യോഗത്തിൽ തീരുമാനമായിരിക്കുന്നു, ധാരണയായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ രാഷ്ട്രപതിയെ നേരിട്ട് കണ്ട് ചന്ദ്രബാബു നായിഡു, ഒപ്പം നിതീഷ് കുമാർ, അതുപോലെ തന്നെ പവൻ കല്യാൺ, JP നഡ്ഡ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ പുതിയ സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി, 3ാം മോദി സർക്കാർ രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കത്ത് നൽകും, അതിന്റെ അവകാശം ഉന്നയിക്കും എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ഈ ചർച്ച എന്തായാലും ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, അവസാനിച്ചിട്ടില്ല. ഈ തുടർ മണിക്കൂറുകളിലും പ്രത്യേകിച്ചും ചർച്ച പുരോഗമിക്കുക തന്നെ ഈ അവകാശങ്ങളെ ഉന്നയിച്ച് മറ്റ് സഖ്യകക്ഷികൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ, സ്പീക്കർ പദവി, ക്യാബിനറ്റ് മന്ത്രി പദവി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ച നടക്കും. അതിലൊരു വ്യക്തത പിന്നീട് ഈ മന്ത്രിസഭ രൂപീകരിക്കുന്ന സമയത്തും മന്ത്രിമാരാര് എന്ന കാര്യത്തിലെല്ലാം തന്നെ തീരുമാനമാകുമ്പോൾ അത് വഴിയെ അറിയിക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും NDA സർക്കാർ രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ധാരണ സഖ്യകക്ഷികളുമായി നടന്നിട്ടുള്ള ചർച്ചയിൽ ഇപ്പോൾ ആയിട്ടുണ്ട്. ഇന്ന് തന്നെ എന്തായാലും നേതാക്കൾ രാഷ്ട്രപതിയെ കണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കത്ത് നൽകി അവകാശം ഉന്നയിക്കും എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമായിട്ടുള്ളത്. അർജുൻ, അങ്ങനെയാണെങ്കിൽ അതായത് ഇപ്പോൾ തന്നെ സമയം 5 മണിയോട് അടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോഴും ചർച്ച അവിടെ പുരോഗമിക്കുകയാണെന്ന് മനസ്സിലാകുന്നു. രാത്രിയിൽ ഒരു വലിയ നീക്കങ്ങൾ, രാത്രിയിൽ അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പുറത്തേക്ക് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള, നായിഡു ആണെങ്കിലും നിതീഷ് ആണെങ്കിലും മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. അത് അംഗീകരിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഈ മന്ത്രി പദവി എന്ന് പറയുന്നതിന് പ്രതിരോധം, ധനകാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്ന് ഉള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിലൊക്കെയുള്ളൊരു സ്ഥിരീകരണം എങ്ങനെയാണ്? അങ്ങനെയൊക്കെ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് BJP തയ്യാറാകുമോ? അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടെ നോക്കൂ അക്ഷയ, ഇത്തവണത്തെ ഒരു സർക്കാർ രൂപീകരണത്തിൽ തന്നെ ഒരു അസാധാരണമായിട്ടുള്ള സംഭവം തന്നെയാണ്. അതായത് ഒറ്റയ്ക്ക് എന്തായാലും BJPക്ക് കേവല ഭൂരിപക്ഷമില്ല. തീർച്ചയായിട്ടും സഖ്യകക്ഷികളുടെ കൂടി ആവശ്യങ്ങൾ അംഗീകരിച്ച് മാത്രമായിരിക്കും BJPക്ക് സർക്കാർ രൂപീകരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുക. പ്രത്യേകിച്ചും 240 എന്ന സംഖ്യയിൽ നിന്നും ഈ 272 എത്തുന്നതിൽ തന്നെ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ഇനിയും MLA മാരുടെ ആവശ്യം കൂടിയുണ്ട്. അതെന്തായാലും BJPക്ക് ഒറ്റയ്ക്കില്ല. കഴിഞ്ഞ
10 വർഷങ്ങളുടെ അവസ്ഥയല്ല നിലവിൽ BJPക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ചന്ദ്രബാബു നായിഡുവിന്റെയും അതുപോലെ തന്നെ നിതീഷ് കുമാറിന്റെയും അവകാശങ്ങൾ, അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പരിഗണിക്കാതെ മുന്നോട്ട് പോകാനായിട്ട് എന്തായാലും നിലവിൽ BJPക്ക് സാധിക്കില്ല. ഒപ്പം തന്നെയാണ് 6 മണിക്ക് നടക്കാൻ പോകുന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നത്. പ്രത്യേകിച്ചും ബീഹാറിൽ നിന്നും വരുന്ന സമയത്ത് തേജസ്വി യാദവും അതുപോലെ തന്നെ നിതീഷ് കുമാറും ഒരേ വിമാനത്തിലായിരുന്നു. ഇവർ ഒരുമിച്ചിരിക്കുന്നതും സംസാരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ, അത്തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. ഒപ്പം തന്നെ ഉദ്ധവ് താക്കറെ ഡൽഹിയിലേക്ക് എത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കുന്നതിലടക്കമുള്ള കാര്യങ്ങൾ ചർച്ചകളിലേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ളതാണ് തേജസ്വി യാദവ് അടക്കമുള്ള എന്തൊക്കെ വിട്ടുവീഴ്ചയ്ക്കാണ് BJP തയ്യാറാവുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടിയിരിക്കും. എന്തായാലും NDAയിൽ സർക്കാർ രൂപീകരിക്കാനുള്ള ധാരണയായിരിക്കുന്നു. ഇന്ന് തന്നെ രാഷ്ട്രപതിയെ കണ്ട് അവകാശം മുന്നോട്ട് വയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് NDA എത്തിയിരിക്കുന്നു. അതേസമയം തന്നെ ചർച്ച പുരോഗമിക്കുകയും ചെയ്യുന്നു.